ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 7ൻ്റെ 16th ചാപ്റ്റർ, സയൻസിൻ്റെ 16th ചാപ്റ്റർ വാട്ടർ എ പ്രഷ്യസ് റിസോഴ്സ് എന്ന പാഠമാണ്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പതിവ് പോലെ എന്നും പറയുന്ന പോലെ ഞാൻ പറയുന്നു, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. ഓക്കെ. അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലായ എക്സാം ടോപ്പേഴ്സും നിങ്ങളെല്ലാം കയറി കാണണം. അവിടെ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ മാത്സ് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ മിക്ക സ്കൂളുകളിലും MCQ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത്. സോ നമ്മുടെ ചാനലിൽ MCQ ക്വസ്റ്റ്യൻ എന്നും ഇടുന്നുണ്ട്. അത് നിങ്ങൾ ആൻസർ ചെയ്യണം. അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടും രേഖപ്പെടുത്താവുന്നതാണ് അതിൻ്റെ ആൻസർ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ്. സോ വീഡിയോ മുഴുവനായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇത് നിങ്ങൾക്കൊരു ഹെൽപ്പ് ആകുമെന്ന് കരുതുന്നു. ഓക്കെ. വാട്ടർ എ പ്രഷ്യസ് റിസോഴ്സ്. You are perhaps aware that 22 March is celebrated as the World Water Day. A school celebrated Water Day and invited posters from the children of your age group. Some of the posters presented on that day are shown here. ഓക്കെ. നമുക്ക് ഇപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? വാട്ടർ എ പ്രഷ്യസ് റിസോഴ്സ് അല്ലേ. വാട്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാർച്ച് 22 എന്താണ്? നാഷണൽ വേൾഡ് വാട്ടർ ഡേ ആണ് അല്ലേ. ഇൻ്റർനാഷണൽ വേൾഡ് വാട്ടർ ഡേ ആയിട്ടാണ് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് കുട്ടികളോടൊക്കെ, അതായത് നിങ്ങൾക്ക് സ്കൂളിലായിരിക്കുന്ന സമയത്ത് നിങ്ങളോട് പോസ്റ്ററൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാനായിട്ട് പറയും അല്ലേ. അപ്പോൾ നിങ്ങൾ പല വിധത്തിലുള്ള പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ. വാട്ട് ഈസ് ദി മെസ്സേജ് യു ഗെറ്റ് ഫ്രം ദീസ് പോസ്റ്റേഴ്സ്? എന്ത് മെസ്സേജാണ് നിങ്ങൾ ഈ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകുന്നത് എന്ത് മെസ്സേജ് ആയിരിക്കും? ഹാവ് യു എവർ ഫെൽറ്റ് എ ഷോർട്ടേജ് ഓഫ് വാട്ടർ അറ്റ് ഹോം ഓർ അറ്റ് സ്കൂൾ? യുവർ പേരൻറ്റ്സ് ടീച്ചേഴ്സ് മസ്റ്റ് വെരി ഓഫൺ ബി അഡ്വൈസിങ് യു നോട്ട് ടു വേസ്റ്റ് വാട്ടർ. നോ വണ്ടർ we celebrate Water Day every year to attract the attention of everybody towards the importance of conserving water. അതായത് നമ്മളിങ്ങനെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതായത് വാട്ടർ പ്രഷ്യസ് ആണെന്നും അത് വേസ്റ്റ് ആക്കി കളയരുതെന്നും അത് നമുക്ക് വാട്ടർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് അല്ലേ. ഹാവ് യു എവർ ഫെൽറ്റ് എ ഷോർട്ടേജ് ഓഫ് വാട്ടർ അറ്റ് ഹോം ഓർ അറ്റ് സ്കൂൾ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് വാട്ടറിൻ്റെ ഒരു ഷോർട്ടേജ് സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീട്ടിലോ ഒക്കെ അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ. അതായത് നല്ല സമ്മറായിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് വാട്ടറിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ. വാട്ടർ നമുക്ക് ആവശ്യത്തിനുള്ള വാട്ടർ ലഭിക്കാതെ വരികയും മറ്റുള്ള സോഴ്സുകൾ നമ്മൾ കണ്ടെത്തുകയും വാട്ടർ അങ്ങനെ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മുതിർന്നവരായിട്ടുള്ളവർ, പേരൻസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ, എല്ലാവരും പറയുന്ന എന്താണ്? വാട്ടർ വേസ്റ്റ് ആക്കരുതെന്ന് പറയും അല്ലേ. വാട്ടർ അത്രയ്ക്കും പ്രഷ്യസ് ആയിട്ടുള്ളതാണ്. കാരണം നമുക്ക് വെള്ളമില്ലാതെ മറ്റെന്തില്ലെങ്കിലും വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാം. ഭക്ഷണമില്ലെങ്കിലും കുറച്ച് ദിവസം നമുക്ക് പിടിച്ചിരിക്കാം. പക്ഷേങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളത്ര വെള്ളം ലഭിച്ചില്ല എങ്കിൽ നമ്മൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ. ദി എമൗണ്ട് ഓഫ് വാട്ടർ റെക്കമെൻഡഡ് ബൈ ദി യുണൈറ്റഡ് നേഷൻസ് ഫോർ ഡ്രിങ്കിങ്, വാഷിംഗ്, കുക്കിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ ഹൈജീൻ ഈസ് എ minimum of 50 liters per person per day. This amount is about 2.5 buckets of water per person per day. Is your family getting at least this much of water? If yes, you should consider yourself fortunate because millions of people in our country do not get enough water. What about your friends and their families? ഓരോ വ്യക്തിക്കും, അതായത് ഓരോ പേഴ്സണും
The amount of water recommended by the United Nations for drinking washing UN പറഞ്ഞിരിക്കുന്നത്, അതായത് ഓരോ പേഴ്സണിനും UN പറഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ് പെർ ഡേ വേണ്ടതെന്നാണ്. അത്യാവശ്യമായിട്ട് വരുന്നത് മിനിമം 50 ലിറ്റേഴ്സ്, മാക്സിമം എത്ര വേണമെങ്കിലും ആകാം. അവനവൻ്റെ വാട്ടറിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് കൂടുതലായി ഉപയോഗിക്കാം. പക്ഷേങ്കിൽ മിനിമം 50 ലിറ്റേഴ്സ് എങ്കിലും പെർ ഡേ ഒരു പേഴ്സണ് വാട്ടർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് എന്തിനൊക്കെയാണ്? കുക്കിങ്ങിനാകാം, ഹൈജീൻ അതായത് നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കാനാകാം, അതുപോലെ വാഷ് ചെയ്യാൻ, കുടിക്കാൻ, എല്ലാത്തിനും കൂടി ഏകദേശം 50 ലിറ്റേഴ്സ് പെർ ഡേ. അത് കുറച്ചും കൂടി 50 ലിറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ തീരെ കുറവാണല്ലേ. ഒരു വലിയ ബക്കറ്റ് ആണെങ്കിൽ അതിന് ഒരു 2.5 ബക്കറ്റേ ഉള്ളൂ 50 ലിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് യുവർ ഫാമിലി ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് ദിസ് മച്ച് ഓഫ് വാട്ടർ? നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇത്രയ്ക്ക്, അതായത് ഒരു പേഴ്സണ് 50 ലിറ്റർ വെച്ച്, ഇപ്പം 4 പേരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര വേണം? 200 ലിറ്റർ വേണം അല്ലേ. ഒരാൾക്ക് 50 ആകുമ്പം 2 പേർക്ക് 100 ആകും, 3 പേർക്ക് 150 ആകും, 4 പേർക്കാകുമ്പം 200 ആകും. അങ്ങനെ 200 ലിറ്റർ വാട്ടർ മിനിമം 4 പേരുള്ള ഒരു വീട്ടിൽ ആവശ്യമായിട്ട് വരും പെർ ഡേ. അത്രയും വെള്ളം, അതായത് അത്രയും വാട്ടർ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ? ആകുന്നുണ്ടെങ്കിൽ ഇഫ് യെസ്, യു ഷുഡ് കൺസിഡർ യുവർ സെൽഫ് ഫോർച്ചുനേറ്റ്. നിങ്ങൾ ഭാഗ്യവാനാണ്. അതായത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വാട്ടർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ, അതായത് 4 പേരുള്ള ഒരു വീട്ടിൽ 200 ലിറ്റർ വാട്ടർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാട്ടർ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ബിക്കോസ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ അവർ കൺട്രി ഡു നോട്ട് ഗെറ്റ് എനഫ് വാട്ടർ. വേണ്ടത്ര വെള്ളം ലഭിക്കാതെ, അതായത് ആവശ്യത്തിന് വെള്ളമില്ലാതെ നമ്മുടെ കൺട്രിയിൽ മില്യൺസ് ഓഫ് പീപ്പിൾ ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ കഴിയുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വെള്ളം പെർ ഡേ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അല്ലേ. വാട്ട് അബൌട്ട് യുവർ ഫ്രണ്ട്സ്? ഇപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റുള്ളവരോടോ അതും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയോടോ ഒക്കെ ചോദിക്കാവുന്നതാണ്. അവർക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള വാട്ടർ ലഭിക്കുന്നുണ്ടോ, അതായത് പെർ ഡേ ഇത്ര ചിലവാക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, ഇന്നലത്തെ MCQ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കോൾഡസ്റ്റ് റീജിയൺ ഓഫ് ദ എർത്ത് ഈസ്? ഫസ്റ്റ് വൺ പോളാർ റീജിയൻ, സെക്കൻഡ് ട്രോപ്പിക്കൽ റീജിയൻ, തേർഡ് കോസ്റ്റൽ റീജിയൻ ആൻഡ് ഫോർത്ത് ടെമ്പറേറ്റ് റീജിയൻ. ഈ 4 ഓപ്ഷനായിരുന്നു അതിൻ്റെ ആൻസറായിട്ട് തന്നിരുന്നത്. അതിൽ 84% സ്റ്റുഡൻസും പറഞ്ഞിരുന്നത് പോളാർ റീജിയൻ. അതാണ് കറക്റ്റ് ആൻസറും. പോളാർ റീജിയൻ നമ്മൾ ചാപ്റ്ററിൽ നന്നായി പഠിച്ചതാണ് അല്ലേ. പോളാർ റീജിയൻ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റായി വന്നവരൊക്കെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെയാണ് ആൻസർ കറക്റ്റായെന്നറിയാൻ. തെറ്റിപ്പോയാൽ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കാം. നിങ്ങൾക്ക് കറക്റ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇൻ സം പ്ലേസസ് ദർ ഈസ് ആൻ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് വാട്ടർ. ടാപ്സ് റണ്ണിങ് ഡ്രൈ, ലോങ് ക്യൂസ് ഫോർ വാട്ടർ, മാർച്ച് ആൻഡ് protests for demand of water have become a common sight, especially during summers. Some of the newspapers clippings clearly indicate this message. Is it not true that we face acute shortage of water? Acute shortage of water. Acute shortage of water എന്ന് പറഞ്ഞാൽ അതിതീക്ഷ്ണമായ എന്ന് വെച്ചാൽ അതിശക്തമായ ഷോർട്ടേജ്, വളരെ വലിയ ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലഭ്യതക്കുറവ് അല്ലേ. വളരെ വലുതായിട്ടുള്ള ലഭ്യതക്കുറവ്. എന്തിന്? വാട്ടറിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും കാണാനായിട്ട് സാധിക്കും. ടാപ്സ് റണ്ണിങ് ഡ്രൈ, അതായത് ടാപ്പൊക്കെ തുറക്കുമ്പം വെറുതെ കാറ്റ് മാത്രം വരുന്നതൊക്കെ കണ്ടിട്ടില്ലേ? സിനിമയിലായാലും കാണാറുണ്ട് അല്ലേ. വെറുതെ ടാപ്പ് തുറക്കുമ്പം വെറുതെ കാറ്റ് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അതിനകത്ത് ഒട്ടും തന്നെ വാട്ടർ കാണില്ല. ലോങ് ക്യൂസ് ഫോർ വാട്ടർ, അതുപോലെ തന്നെ നീണ്ട നിരയായിരിക്കും വെള്ളത്തിന് വേണ്ടി. ഇപ്പം ടാപ്പിൽ കൂടി അഥവാ വെള്ളം വരുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സമയം വെച്ചിട്ടാണ് ടാപ്പിൽ കൂടി വാട്ടർ വരുന്നത് അല്ലേ, ഗവൺമെൻറ് വിടുന്നത്. ആ സമയത്ത് ഈ വെള്ളം പിടിക്കാനായിട്ട് നീണ്ട ഒരു നിര തന്നെ, അതായത് ഒരു ലോങ് ക്യൂ തന്നെ കാണാറുണ്ട് അല്ലേ.
ഫൈറ്റ് സ്മാർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ്, അതായത് ഫൈറ്റ്, അവിടെ വഴക്കുകൾ നടക്കാറുണ്ട്. ഫൈറ്റ് നടക്കാനുള്ള കാരണം എന്താണ്? ചിലർ വളരെ പെട്ടെന്ന് വളരെ അത്യാവശ്യമുള്ളവരായിരിക്കും, അവർ പെട്ടെന്ന് പോയിട്ട് അവർക്ക് വെള്ളം എടുക്കാനായിട്ട് സാധിക്കില്ല, ക്യൂവിൻ്റെയൊക്കെ പുറകിലായി പോയാൽ. അപ്പോൾ അവരെന്താ ചെയ്യുക? ക്യൂ തെറ്റിച്ചിട്ട് ഫ്രണ്ടിൽ ചെന്നിട്ട് വെള്ളം എടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അതൊക്കെ പല വഴക്കിലുമൊക്കെ അവസാനിക്കാറുണ്ട് അല്ലേ. ആൻഡ് മാർസ് ആൻഡ് പ്രൊട്ടസ്റ്റ് ഫോർ ഡിമാൻഡ് ഓഫ് വാട്ടർ ഹാവ് ബിക്കം എ കോമൺ സൈറ്റ്. അതുപോലെ ആവശ്യത്തിന് വാട്ടർ ലഭ്യമാക്കണമെന്നും പറഞ്ഞ് പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ ധാരാളം കാണാറുണ്ട് അല്ലേ. എസ്പെഷ്യലി ഡ്യൂറിങ് സമ്മേഴ്സ്. ഇത് കൂടുതലായും കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് നമ്മൾ കണ്ടുവരുന്നത് ഏത് സമയത്താണ്? ഡ്യൂറിങ് സമ്മേഴ്സ്, സമ്മർ സീസണിലാണ് വെള്ളത്തിൻ്റെ ഏറ്റവും ലഭ്യത കുറവുള്ളതല്ലേ. സമ്മർ സീസൺ ആകുമ്പോൾ പൊതുവേ എങ്ങും വെള്ളമില്ല. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, അതായത് സാധാരണ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവിടെ സമ്മർ സീസൺ ആകുമ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമമെന്ന് പറയുന്നത്, ഷോർട്ടേജ് എന്ന് പറയുന്നത് തീക്ഷ്ണമായിരിക്കും ഇല്ലേ. സം ഓഫ് ദി ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദിസ് മെസ്സേജ്. ഇപ്പോൾ അവിടെ പുസ്തകത്തിൽ കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ ക്ലിപ്പിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ പിക്ചേഴ്സ് കണ്ടാൽ നമുക്ക് ഓരോ പ്രദേശത്തെയും ഷോർട്ടേജ് ഓഫ് വാട്ടർ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈസ് ഇറ്റ് നോട്ട് ട്രൂ ദാറ്റ് വി ഫേസ് അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് വാട്ടർ? അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് വാട്ടർ ഇപ്പം എല്ലാവരും ഒന്നും അനുഭവിക്കുന്നില്ലെങ്കിലും കൂടുതലുമായിട്ടുള്ള ആൾക്കാരും അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് വാട്ടർ അനുഭവിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.